ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കസാട്ട ഐസ്ക്രീം. ഇതൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഐസ്ക്രീമും കൂടിയാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ വീട്ടിലുള്ള ഇപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. പുറത്തുനിന്നൊന്നും കഴിക്കൊന്നും വേണ്ട. നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 400 ml വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 കളറിലായിട്ടാണ് ഞാനിവിടെ ഈ കസാട്ട ഐസ്ക്രീം തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 or 5 ഒക്കെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ 400 ml വിപ്പിംഗ് ക്രീം ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം തിക്ക് ക്രീം 150 ഗ്രാം തിക്ക് ക്രീമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഹാഫ് ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനെടുത്ത വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി കുറച്ച് ഷുഗറുള്ള വിപ്പിംഗ് ക്രീം ആയിരുന്നു. അതുകൊണ്ടാണ് ഹാഫ് ടിൻ ഒഴിച്ചത്. ചില വിപ്പിംഗ് ക്രീമിൽ ഷുഗർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടിന്ന് മുഴുവൻ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ഞാനെടുത്ത വിപ്പിംഗ് ക്രീം അൽമറായിൻ്റെ വിപ്പിംഗ് ക്രീം ആയിരുന്നു. ഇനി ഇത് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സാധാരണ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ സ്റ്റിഫ് ആവണം എന്നില്ല. ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് ഐസ്ക്രീമിന് കിട്ടേണ്ടത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ കൂട്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിസ്ത എസൻസ്, അതുപോലെ ചോക്ലേറ്റ് സിറപ്പ്, പിന്നെ സ്ട്രോബെറി സിറപ്പ്. ഈ 3 കളറിലാണ് ഞാനിവിടെ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കേക്ക് ടിന്ന് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. അപ്പോൾ ഓയിൽ ഉപയോഗിച്ചിട്ട് ഈ കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിംഗ് റാപ്പ് ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ ഗ്രീസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ലാസ്റ്റ് എടുക്കുന്ന സമയത്ത് സെറ്റ് ആയതിനു ശേഷം ഐസ്ക്രീമൊക്കെ റെഡി ആയതിനു ശേഷം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വിപ്പിഡ് ക്രീം 3 പോർഷൻ ആക്കി എടുക്കണം. ആദ്യത്തെ പോർഷന് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പിസ്ത എസൻസ് ആഡ് ചെയ്യാണ്. ഞാനൊരു 8 ഡ്രോപ്സോളം ആഡ് ചെയ്യുന്നുണ്ട്. ഈ പിസ്ത എസൻസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പിസ്തൻ്റെ ഫ്ലേവർ തരും. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കാഷ്യൂസും പിസ്താഷ്യൂസും ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. നമ്മളത് മറിച്ചിടുമ്പോൾ ടേൺ ഓവർ ചെയ്യുമ്പോൾ നമുക്കത് നല്ല ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ പിസ്ത കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നട്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളിതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് സെറ്റായതിന് ശേഷം മാത്രമാണ് അടുത്ത പോർഷന് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ ലെയർ സ്ട്രോബെറിയുടേതാണ്. അപ്പം ഞാനൊരു ബൗളിലേക്ക് സ്ട്രോബെറി സിറപ്പ് ആഡ് ചെയ്തിട്ട് ബാക്കി വരുന്ന പകുതി വിപ്പിഡ് ക്രീം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് ഇത് ഐസ്ക്രീം പുറത്തെടുത്തു. ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് സ്ട്രോബെറിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും സെയിം പ്രൊസീജിയർ തന്നെ അരമണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം, നെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ലാസ്റ്റ് പോർഷന് ചോക്ലേറ്റിൻ്റെ സിറപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് വൈറ്റ്
ഒരു ലെയറാക്കാം, പിന്നെ ലാസ്റ്റ് ചോക്ലേറ്റിൻ്റെ ലെയറാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, അതുപോലെ കേക്ക് ടിന്നിൻ്റെ അളവിനനുസരിച്ചിട്ട് മാറ്റം ചെയ്യാം. എനിക്കിവിടെ കേക്ക് ടിന്ന് 3 ലെയറിനുള്ള സ്പേസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 3 ലെയറാക്കി എടുത്തത്. ഈ ഐസ്ക്രീം 3 ലെയറാക്കി എടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഐസ്ക്രീം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഐസ്ക്രീം പുറത്തെടുത്തു. അപ്പോൾ ലാസ്റ്റ് പോർഷനായിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ്, ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ 3 ലെയറും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ക്ലിങ് റാപ്പ് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യണം, നന്നായിട്ട് കവർ ചെയ്യണം. എന്നിട്ട് ഇതൊരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ്. ഞാൻ ഒരു രാത്രി മുഴുവൻ ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളത് എടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. അപ്പോൾ കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് 3 ലെയറും തയ്യാറായിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്യാനും നല്ല എളുപ്പമുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണിത് ഉണ്ടാക്കാൻ. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിനേക്കാൾ നമുക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 3 ലെയറും നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.